ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽ കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 8078 000 222 6238422503. ചേലക്കരയിൽ സ്വകാര്യ വ്യക്തി കർഷകദ്രോഹ നടപടി സ്വീകരിക്കുന്നതായി പരാതി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് കർഷകരെയും കൃഷിയെയും ദ്രോഹിക്കുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. ചേലക്കര കുറുമലയിൽ സ്വകാര്യ വ്യക്തി വാങ്ങിയ 1 ഏക്കർ സ്ഥലത്തിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങളിലെ കർഷകരാണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വയലിന്റെ മധ്യഭാഗത്തുള്ള ചാല് കീറിയിട്ടുള്ള അനധികൃത നിർമ്മാണത്തിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായും, എന്നാൽ ഇയാളുടെ തന്നെ കുറച്ചു മാറിയുള്ള സ്ഥലത്ത് 2 കുഴൽ കിണറുകൾ അടിച്ച് അതിൽ നിന്നും വാഹനങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ വെള്ളം കൊണ്ടുപോകുന്നതായും, സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കൃഷി ചെയ്യാതെ കാടുമൂടി കിടക്കുന്നതായും, ഇത് തങ്ങളുടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നതായും കർഷകർ പറയുന്നു. ഒരു പൂവില് കൃഷി പണിയണ, ഒരു നെൽപ്പാടം പണിയണ അടുത്ത് ഒരു വ്യക്തി ഇവിടെ കുറച്ച് ഭാഗം, ഒരു 50 സെൻറ്റോളം സ്ഥലം ഇവിടെ വാങ്ങിച്ചിട്ട് അതിൽ 2 ബോറുമൊക്കെ അടിച്ച് വെള്ളത്തിന് പൈസയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുക. അത് പ്രകാരം ഇപ്പോൾ കാണുന്ന ഈ പിന്നിലുള്ള ഈ സ്ഥലം അയാളുടെയാണ്. അയാൾ വന്നിട്ട് അത് വൃത്തിയാക്കില്ല. ഇപ്പം തന്നെ കണ്ടാലറിയാം, വളരെ അത് കാട് പിടിച്ച് പാമ്പ്, പന്നി, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ഇവിടെ വരമ്പിൽ കൂടെ നടക്കാൻ പറ്റില്ല. ഇവിടെ വെള്ളത്തിന് ക്ഷാമം വരുന്നുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പരാതി നമ്മൾ കൃഷിഭവനിൽ കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം തീരുമാനം അയാളെ വിളിച്ചു പറഞ്ഞെങ്കിലും കൃഷി ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അയാൾ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നടപടി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾ കൂട്ടായിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞാൽ ആ റോട്ടിൽ കൂടെ ഈ കണ്ടങ്ങളൊക്കെ വരമ്പൊക്കെ മുറിച്ച് അത് കൂടെ വണ്ടി വെള്ളം കൊണ്ടുപോകാൻ ഇവിടുന്ന് കറണ്ടില്ല. പക്ഷേ അയാൾ ഈ ഡീസൽ എഞ്ചിൻ വെച്ച് വെള്ളം അടിച്ച് ടാങ്കറിൽ 5000-10000 ലിറ്റർ വെള്ളം ഇവിടുന്ന് അടിച്ച് അയാൾ കച്ചവടം ചെയ്ത് കൊണ്ടുപോയി. ഇവിടെ ഈ എൻ്റെ ഈ പാടം വന്നിട്ട് എയർപോർട്ട് പോലെയാവും. ഇവിടെ വന്ന് തിരിക്കുക, അതിനെ ഉറച്ച് മണ്ണ് ഇളകാൻ പറ്റാത്ത കൂട്ടത്തിലാക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പരാതി ഗൗരവമായിട്ടാണ്. ഇത് കൂടി വന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കണ്ടത്തിൽ റോഡ് സൈഡ് നടുപാടത്തിൽ അയാൾക്ക് മോട്ടോർ ഷെഡ് കയറ്റാനും വീട് കയറ്റാനും ഒക്കെ ശ്രമിച്ചു. അവിടെയും ഇതുപോലെ എല്ലാവർക്കും വെള്ളം പോകാൻ തടസ്സപ്പെടുത്തുക. ഇനി ഇതിനെന്തെങ്കിലും ഒന്ന് നമ്മൾ ആളോടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മളെ കയ്യേറ്റം ചെയ്യുക, അസഭ്യവാക്കുകൾ പറയുക, ഇങ്ങനെയുള്ള പ്രകാരമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ജലസേചനത്തിനായുള്ള ചീർപ്പിൽ നിന്നുമുള്ള വെള്ളം പോലും സമീപമുള്ള വയലുകളിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ആരോപണം. കർഷകരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന പ്രവൃത്തിയാണ് സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നും, വിഷയത്തെക്കുറിച്ച് സംസാരിച്ച കർഷകരോട് മോശം പെരുമാറ്റമാണുണ്ടായതെന്നും പരാതിയുണ്ട്. സ്ഥലം നികത്താനുള്ള ശ്രമമാണ്. JCB കൊണ്ടുവരിക, ചാല് മാന്തിയിട്ട് ആ ചാലിലത്തെ മണ്ണെടുത്തിട്ട് മുകളിലേക്ക് ഇടുക. അതാണ് ഇപ്പോൾ അവിടെ നേരത്തെ കണ്ടിരുന്നല്ലോ. അവിടെ അത് ചെറിയ വാഴ തൈകൾ വെക്കണത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ചാല് നിർത്തിയിട്ട് ആ വെള്ളം ഇങ്ങോട്ട് കിടക്കാനുള്ള തൊട്ടപ്പുറത്തെ തോടാണ്. ആ തോട്ട് ചാലിൽ കൂടെ വെള്ളം ഇങ്ങോട്ട് കയറാതെ ആ ചാലിൽ കിടന്നിട്ട് ആ ചാലിലത്തെ മണ്ണ് ഇട്ട് കയറ്റിയിട്ട് അതിൽ വാഴ തൈയൊക്കെ വെക്കുക. ആ ഒരു സംവിധാനമാണ് അയാൾ ചെയ്യണം. അത് തന്നെ ഇവിടെ ഇപ്പോൾ ഈ കാട് പിടിച്ച സ്ഥലത്തും അത് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. നെൽകൃഷിക്ക് വിരുദ്ധമായിട്ട് നെൽപ്പാടത്തിൽ കൊണ്ടുവന്നിട്ട് നെല്ല് വിളയെ നശിപ്പിക്കുക. ആ മഹോദയം ചെയ്യണില്ല എന്ന് മാത്രമല്ല, ബാക്കി ചെയ്യുന്ന എല്ലാ കർഷകരെയും കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുക. കർഷകരുടെ കണ്ടത്തിലേക്ക് ട്രാക്ടർ ഇറക്കുന്നതിനും മറ്റും ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വളച്ചു കെട്ടിയിരിക്കുന്നതെന്നും, കൃഷിക്ക് മുൻതൂക്കം നൽകുന്ന നിയമം നിലനിൽക്കുമ്പോഴാണ് ഇയാളുടെ കർഷകദ്രോഹ നിലപാട് എന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകാനൊരുങ്ങുകയാണ് മേഖലയിലെ ഒരു കൂട്ടം കർഷകർ. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം. 5 പേരുടെ കോർണർ സോഫ വെറും 19,990 വിലയുള്ളൂ. ഫാമിലി കോട്ട് ബോക്സ് സെറ്റിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് 7,990. കണ്ടോ, നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും 7,990. 2 ഡോർ 6.25 ആയിട്ടുള്ള ബിഗ് അലമാറ വെറും 4,990 കൊടുക്കണേ. കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്
ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം. നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.